സോഷ്യൽ മീഡിയ പരസ്യം ചെയ്യുമ്പോൾ പണം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റിംഗ് പ്രോപ്പറായി ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് പരസ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഒരു പാഴ്ചെലവായി മാറില്ല, കൃത്യമായ റിസൾട്ട് ഉണ്ടാവും. സോഷ്യൽ മീഡിയക്കകത്ത് പരസ്യം ചെയ്യുന്ന, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒത്തിരി സംരംഭങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കൃത്യമായി ടാർഗറ്റിംഗ് മനസ്സിലാക്കുകയും എങ്ങനെയാണ് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് യൂസ് ചെയ്യേണ്ടത് എന്ന് അതിന്റെ മാർക്കറ്റിംഗ് ആംഗിൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെ കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രധാനപ്പെട്ട ടാർഗറ്റിംഗ് ഏരിയക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസ് ടാർഗറ്റിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓഡിയൻസിനെ, നമ്മുടെ പരസ്യം ആരെയാണ് കാണിക്കേണ്ടത്, അതാണ് നമ്മുടെ ഓഡിയൻസ്. നമ്മുടെ പരസ്യം കാണുന്നവരാണ് നമ്മുടെ ഓഡിയൻസ്. അപ്പം ആരെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് പരസ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അവിടെ നമുക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓഡിയൻസിനകത്ത് നമുക്ക് ഡെമോഗ്രാഫിക്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഇങ്ങനെ 3 കാറ്റഗറിയിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ഡെമോഗ്രാഫിക്കിനകത്ത് ആളുകളുടെ ഏരിയ, അത് റീജിയൻ, ഏജ്, സെക്സ്, അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓഡിയൻസ് ടാർഗറ്റിംഗ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പലിംഗ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, സ്ത്രീകളെയാണോ, പുരുഷന്മാരെയാണോ, കുട്ടികളെയാണോ, സ്ത്രീകളെയാണെങ്കിൽ ഏത് വിഭാഗം, പുരുഷന്മാരെയാണെങ്കിൽ ഏത് ഏജ്, അല്ലെങ്കിൽ ഏത് ട്രീറ്റുള്ള, ഏത് കാര്യങ്ങൾ അറിയണം എന്നല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള കസ്റ്റമേഴ്സിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള കമ്പലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത്. ഹൈ ക്വാളിറ്റി കണ്ടന്റ്, അതേപോലെ എൻഗേജിങ് കണ്ടന്റ്, ഇതാണ് കമ്പലിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആയിരിക്കണം. കസ്റ്റമറുടെ കസ്റ്റമറുടെ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടന്റ് മാത്രമേ കസ്റ്റമറുമായി എൻഗേജ് ചെയ്യുള്ളൂ. നല്ല വിഷ്വൽസ് ഉപയോഗിക്കുക, ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് ഉണ്ടായിരിക്കുക, ക്ലിയർ വാല്യൂ പ്രൊപ്പോസിഷൻ ഓഫർ ചെയ്യുക. അതായത് ഈ പരസ്യം കാണുമ്പോൾ ഈ പരസ്യത്തിലൂടെ നിങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനകത്ത് കൃത്യമായ ഒരു വാല്യൂ കസ്റ്റമറിലേക്ക് എത്തുമെന്ന് കസ്റ്റമർക്ക് ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള പരസ്യങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പരസ്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ ആ ട്രാക്കിംഗ് പെർഫോമൻസ് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. പരസ്യം എങ്ങനെയാണ് പോകുന്നത്, എത്ര പേര് കാണുന്നുണ്ട്, എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ ഡാറ്റ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം നമ്മുടെ ക്യാമ്പയിൻസിനെ. ഒരു ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 5 days അല്ലെങ്കിൽ 7 daysയിലേക്കാണ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ 7 days കഴിഞ്ഞിട്ട് ക്യാമ്പയിനിലേക്ക് തിരിഞ്ഞു വന്ന് നോക്കിയാൽ മതിയാവില്ല. ഓരോ ദിവസവും ക്യാമ്പയിൻ്റെ പെർഫോമൻസ് നോക്കി അതിനനുസരിച്ച് ക്യാമ്പയിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇംപ്രൂവ് ROI എന്നുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മളെപ്പോഴും ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഉണ്ടാകും. അപ്പോൾ ROI ഇംപ്രൂവ് ചെയ്യാൻ കഴിയാവുന്ന, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു രൂപ ചിലവാക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കെന്ത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം സെലക്ഷനാണ്. അതായത് മെറ്റ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങളുടെ ഓഡിയൻസ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് കൂടുതലുമുള്ളത് ഏത് പ്ലാറ്റ്ഫോമിലാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യാൻ കഴിയും. ഫേസ്ബുക്കിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയ്ക്കകത്തുള്ള ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകൾക്കകത്ത് എവിടെയാണ് നിങ്ങളുടെ പരസ്യം കാണിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മെറ്റയോട് അങ്ങോട്ട് പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ അപ്പീൽ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടന്റ്, അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ അപ്പീലായിരിക്കണം. വളരെ വിഷ്വലി കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് പോകുന്നതായിരിക്കണം. അതിന് പറ്റാവുന്ന ഹൈ ക്വാളിറ്റി ഇമേജുകൾ, വീഡിയോകൾ, ഗ്രാഫിക്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഇമേജ് ക്വാളിറ്റി കുറയുമ്പോൾ, അല്ലെങ്കിൽ വളരെ പോപ്പുലറായ ആളുകളൊക്കെ കണ്ട് പരിചയിച്ച ഇമേജുകൾ അല്ലെങ്കിൽ അത്തരം വീഡിയോസ് ആകുമ്പോൾ കസ്റ്റമേഴ്സ് അതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതിന് മടിക്കും. പുതിയ ഒരു സാധനത്തിലാണ്, പുതിയ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്നതിനോടാണ് കസ്റ്റമർ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഇൻട്രാക്ട് ചെയ്യാറുള്ളത്.
അപ്പോൾ ഹൈ ക്വാളിറ്റി ഇമേജ് അതിൽ വീഡിയോസ് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. മറ്റൊന്ന് വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, അതുപോലെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതായിരിക്കണം. അതായത് നമ്മളൊരു കണ്ണിന് ഒരു ഫീല് കിട്ടുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇമേജസ് ആയിരിക്കണം. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയാത്ത, കസ്റ്റമേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇമേജസുകളോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതായിരിക്കണം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലേ, പല പരസ്യങ്ങളിലും ചിലപ്പോൾ ഇമേജുകളെ തലകുത്തി നിർത്തിയൊക്കെ പരസ്യങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓരോ പരസ്യത്തിനകത്തും അത് ഡിസ്പ്ലേ ആവട്ടെ, വീഡിയോ ആണാവട്ടെ, ഏത് തരത്തിലാണായാലും ഒരു കോൾ ടു ആക്ഷൻ, അതൊരു ആക്ഷൻ എടുക്കാൻ കസ്റ്റമറോട് പറയണം. നിങ്ങൾ പർച്ചേസ് ചെയ്യാനില്ല, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോൾ ചെയ്യുക, ഫ്രീ കൺസൾട്ടേഷൻ, അങ്ങനെയുള്ള ഒരു ആക്ഷനിലേക്ക് ഈ പരസ്യം കാണുന്ന കസ്റ്റമറെ നെക്സ്റ്റ് മൊമെൻറ്റിലേക്ക് മറ്റൊരു ആക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ, അല്ലെങ്കിൽ ഒരു കോൾ ടു ആക്ഷൻ ട്രിഗർ നിങ്ങളുടെ പരസ്യത്തിനകത്ത്, അതിൻ്റെ കണ്ടന്റിനകത്ത് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിങ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയക്കകത്ത് നിരന്തരം നിങ്ങൾ വോയിസ് ആയിട്ടോ ഇമേജ് ആയിട്ടോ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. സോഷ്യൽ മീഡിയക്കകത്ത് എപ്പോഴും റെസ്പോൺസ് കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത് നിരന്തരം സോഷ്യൽ മീഡിയക്കകത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സംരംഭങ്ങൾക്കാണ്. അവർ മുടക്കുന്നതിൻ്റെ എത്രയോ അടങ്ങ് ഒരു 10,000 റുപ്പീസ് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് മുടക്കുമ്പോൾ 1 lakh മിനിമം പ്രതീക്ഷിക്കാവുന്ന രൂപത്തിലേക്ക് ബിസിനസ് വരാറുണ്ട്. അതേ സ്ഥാനത്ത് വർഷത്തിലൊരിക്കൽ എപ്പോഴെങ്കിലും മാത്രം സോഷ്യൽ മീഡിയക്കകത്ത് പരസ്യം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരസ്യത്തിന് എമൗണ്ട് പൂർണ്ണമായി തന്നെയും അല്ലെങ്കിൽ വലിയൊരു വിഭാഗവും നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് മെഷർ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അത് മെഷർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കുക. ഈ ചാനലിനകത്ത് പുതുതായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അത് കാരണമാകും. അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ്, അതുപോലെ ഇൻട്രാക്ഷൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മളുടെ പരസ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിനകത്ത് കസ്റ്റമർ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഹുക്ക്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത നമ്മൾ തുറന്നു വെക്കണം. അതായത് കസ്റ്റമർ കമൻറ്റ് ചെയ്യാൻ, മെസ്സേജ് ചെയ്യാൻ, ഫീഡ്ബാക്ക് കൊടുക്കാൻ ഒക്കെയുള്ള കഴിയാവുന്ന രൂപത്തിൽ നമ്മുടെ കണ്ടന്റിൻ്റെ അവതരണം നമ്മൾ മാറ്റണം. നമ്മളൊരു പരസ്യം ചെയ്ത് ഏതെങ്കിലും തരത്തിൽ കസ്റ്റമറോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴാണ് ആ പരസ്യത്തിലേക്ക് കസ്റ്റമർ ഇൻട്രാക്ട് ചെയ്യുന്നതും അത് മറ്റുള്ളവരിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ എൻഗേജ്മെൻറ്റും ഇൻട്രാക്ഷനും ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി, ഏറ്റവും നന്നായിട്ട് നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സാണ് നമ്മൾ ഈ എപ്പിസോഡിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത്. പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിനകത്ത് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ സൈനിങ് ഓഫ്. ദിസ് ഈസ് സുഭാഷ് മാട്നോർ, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്.